ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേരുക, എന്നിട്ട് അവളുടെ ആവശ്യം തീരുന്നതിന് മുമ്പ് അവന്റെ ആവശ്യവും കഴിഞ്ഞു പോവുക, ഇത് ഒരു പുരുഷന്റെ ആസക്തിയിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ തന്റെ ഇണയെ പൂർണ്ണമായി, ശാരീരിക കാര്യങ്ങളിൽ വരെ പൂർണ്ണമായി തന്റെ ഇണയെ തൃപ്തിപ്പെടുത്തുക. അതേപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക, ആദാബിനെ പാലിക്കുക. ശാരീരിക പ്രവർത്തനങ്ങളിൽ ആദാബിനെ പാലിക്കുക. ഒരാള് ശാരീരിക പ്രവർത്തനത്തിന് നേരത്തെ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിലേക്ക് ശൈത്താൻ കയറിയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കേട്ടോളൂ, അങ്ങനെ ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് അതൊക്കെ, വളരെ ഗൗരവമായി ചിന്തിക്കണം. തുർമദിയിലുണ്ട് ഹദീസ്, ഒരാൾ തന്റെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഫലം യുസമ്മി, ബിസ്മി എല്ലാം മറന്നുപോയാൽ, അവന്റെ ദക്കറിന്റെ ഉള്ളിലേക്ക് ചുരുട്ടി ചുരുണ്ട് കേറി, വളരെ ചിന്തിക്കണം. ശാരീരിക ബന്ധത്തിന്റെ നേരത്തെ പൂർണ്ണമായ രീതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി തക്ബീർ തഹ്ലീൽ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തന. എങ്ങനെ? അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ. ഇതാ പൂർണ്ണ രൂപം. ശ്രദ്ധിക്കുക, ഒരാൾ ശാരീരികമായ ബന്ധത്തിന് മുമ്പ് ഒന്ന് അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഫയുകബ്ബിറു സലാസൻ വയുഹല്ലിലു സലാസ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്താൻ. ഈ രീതി ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് അഫ്ളലായ രീതി. പിന്നെ അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്താൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ. നോക്കൂ, ബിസ്മി ചെല്ലാനെങ്കിലും മറന്നു പോയാൽ അവന്റെ ആ ജനനേന്ദ്രിയ ലിംഗത്തിന്റെ ഉള്ളിലേക്ക് ശൈത്താൻ ചുരുണ്ട് കയറുകയും ആ പെണ്ണിനെ പിശാചും സംയോഗം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. പിന്നെ നോക്കൂ നിങ്ങൾ, ഭർത്താക്കളുടെ മറ്റൊരു കടമ അയ്യതഅല്ലമൽ മുതസവ്വിജു മിൻ ഇൽമിൽ ഹൈളി വഅഹ്കാമിഹി. ഭർത്താവിന് നിർബന്ധമായും ഹൈളിന്റെ മതവിധികൾ അറിഞ്ഞിരിക്കണം. ഹൈള്, അതിന്റെ വിധി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രക്തം ചിലപ്പോൾ ഉണ്ടാകും, അപ്പോൾ എത്ര പരിധി ഹൈളാണ്, എത്ര ഹൈളല്ല, ഹൈളിന്റെ മതവിധികൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട്? ഹൈലുകാരിയെ സമീപിച്ചാൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ട് കാര്യത്തിനാണ് വെള്ളപ്പാണ്ട് ഉണ്ടാവുക, അല്ലാതെയും ഉണ്ടാവാം കേട്ടോ. ഒന്ന്, മാതാപിതാക്കളെ വെറുപ്പിക്കുക, ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനം എടുത്തു കളയുന്ന രൂപത്തിൽ അതും ചെയ്യുക, ഇതൊക്കെ എന്റെ ബി പാർട്ടാണ്. പിന്നെ ഹൈലുകാരിയെ സമീപിക്കുക, വെള്ളപ്പാണ്ടുണ്ടാവുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാൾ ഹൈലുകാരിയെ സമീപിച്ചാൽ, ആർത്തവമുള്ള ഒരു പെണ്ണിനെ ഒരാൾ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, എനിക്ക് ഇറക്കി കിട്ടിയത് കൊണ്ട് അവൻ കാഫിറായി പോയി. ഖാല റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? ഹൈലുകാരിയെ സമീപിക്കുക. വളരെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആധുനിക രീതികളിൽ അതിനൊക്കെ ചില ഭൗതിക മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആ രീതികളുണ്ട്. പക്ഷെ അതൊന്നും ശറഅ അംഗീകരിക്കുകയില്ല.
അതൊന്നും ശറഅ് അംഗീകരിക്കുകയില്ല. ഹൈലുകാരിയെ സമീപിച്ചാൽ അത് വലിയ ദോഷമുണ്ടാകും. അതവന് ഈ ലോകത്ത് തന്നെ ശാരീരികമായി കുഴപ്പമുണ്ടാവും, പരലോകത്ത് അവന് വമ്പിച്ച കുറ്റമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കട്ടെ.